കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. കെഎസ്ആർടിസി ബസും ലോറിയും കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ട ബസ്സിലെ യാത്രക്കാരോട് കെഎസ്ആർടിസിയുടെ അവഗണന. പകരം ബസ്സിന് യാത്രക്കാർ കാത്തുനിന്നത് മണിക്കൂറുകൾ. മുരിങ്ങൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കുഴിയിലേക്ക് മറിഞ്ഞു. 2 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചാവക്കാട് തിരുവത്രയിൽ സ്വകാര്യ ബസ് കുഴിയിലേക്ക് ചെരിഞ്ഞു. ആർക്കും പരിക്കില്ല. കാണിപ്പയ്യൂരിൽ ഗൃഹനാഥനെ ആക്രമിച്ച തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. തെരുവുനായ്ക്കളിൽ അടിയന്തര വാക്സിനേഷൻ ആരംഭിക്കാൻ കുന്നംകുളം നഗരസഭാ യോഗത്തിൽ തീരുമാനം. ചാവക്കാട് ബിജെപി നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കവർച്ചാ കേസിൽ ആരോപണ വിധേയനായ സിപിഎം നേതാവിനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. പാവർട്ടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വേണ്ടത്ര ഡോക്ടർമാരില്ലെന്ന് പരാതി. പകർച്ചവ്യാധികൾ പെരുകുന്നതിനിടെ ഡോക്ടർമാരില്ലാത്തത് തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക് ദുരിതമായി. എരുമപ്പെട്ടി ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ടിനെ കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. സംസ്ഥാനത്തെ ക്ഷീരകർഷക മേഖല പ്രതിസന്ധിയിൽ. മേഖലയിലെ ഭൂരിഭാഗം കർഷകരും ഉരുക്കളെ വിൽപ്പന നടത്തി രംഗം വിട്ടു. വാർത്തകൾ വിശദമായി. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. കെഎസ്ആർടിസി ബസും മത്സ്യം കയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്കേറ്റു. കെഎസ്ആർടിസി ബസ്സിലെ ഡ്രൈവർമാരായ രാജേഷ്, കണ്ടക്ടർ ഷൈജു എബ്രഹാം, ലോറി ഡ്രൈവർ രാധാകൃഷ്ണൻ, ബസ് യാത്രക്കാരായ സജീവ്, സതീഷ്, എൽസൺ, ഷമീർ, ഷീന, ലിജി, ഷിജിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. കോഴിക്കോട് നിന്നും തൃശൂർ വഴി കുമളിയിലേക്ക് പോവുകയായിരുന്നു കെഎസ്ആർടിസി ബസ്. കുന്നംകുളത്ത് നിന്ന് മത്സ്യം കയറ്റി ചെറുതുരുത്തിയിലേക്ക് പോവുകയായിരുന്നു ലോറി. അക്കിക്കാവ് ഭാഗത്തുനിന്ന് വന്ന് പന്നിത്തടം സെന്ററിലേക്ക് പ്രവേശിച്ച ബസ്സിൽ കുന്നംകുളം ഭാഗത്തുനിന്ന് വന്നിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു. ജംഗ്ഷൻ കട്ട് ചെയ്ത് വരുമ്പോൾ ഈ 2 സ്റ്റോപ്പിംഗ് ഉണ്ട്. ഈ 2 സ്റ്റോപ്പിംഗ് കഴിഞ്ഞ് സ്ലോ ആയിട്ടാണ് വന്നത്. പക്ഷേ ഇപ്പുറത്തുനിന്ന് ലോറി അത്യാവശ്യം സ്പീഡിൽ നിന്ന് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ബസ് സ്റ്റോപ്പ് ചെയ്ത് വെട്ടിച്ചപ്പോഴാണ് ഈ ലോറി കേടി ഇടിച്ചത്. അവർ ഇടിക്കുക വിൻഡോ പൊടിച്ച് താഴെ വീണെന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബസിന്റെ ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്താണ് ലോറി ഇടിച്ചത്. ഡ്രൈവർ ബസ്സിൽ നിന്നും റോഡിലേക്ക് തെറിച്ചു വീണു. ഇടിയെ തുടർന്ന് നിയന്ത്രണം വിട്ട് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് നീങ്ങിയ ബസ്സും ലോറിയും റോഡരികിലെ കടകളുടെ മുൻവശത്തെ ഇടിച്ചു നിന്നു. 2 വാഹനങ്ങളുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റവരെ ആദ്യം കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ഗുരുതരമായി പരിക്കേറ്റ ബസ് ഡ്രൈവറെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും സാരമായി പരിക്കേറ്റ 2 യാത്രക്കാരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. പന്നിത്തടം സ്വദേശി ഷാഹിദിന്റെ കടകൾക്കാണ് വാഹനങ്ങൾ ഇടിച്ചു കയറി കേടുപാടുകൾ സംഭവിച്ചത്. ബൈപ്പാസ് റോഡ് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം 8ാമത്തെ അപകടമാണ് പന്നിത്തടം സെന്ററിൽ നടക്കുന്നത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. പന്നിത്തടത്ത് അപകടത്തിൽപ്പെട്ട ബസ്സിലെ യാത്രക്കാരോട് കെഎസ്ആർടിസിയുടെ അവഗണന. പകരം ബസ്സിന് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള യാത്രക്കാർ മണിക്കൂറുകളാണ് കാത്തുനിന്നത്. അപകടത്തെ തുടർന്ന് ബസ്സിലെ യാത്രക്കാർ ടിക്കറ്റ് നൽകിയ കെഎസ്ആർടിസി ഡിപ്പോയിലേക്ക് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ പ്രതികരണം പോലും ലഭിച്ചില്ലെന്നാണ് പരാതി. പിന്നീട് മറ്റൊരു ഡിപ്പോയിലേക്ക് വിളിച്ചതിനെ തുടർന്നാണ് സഹായം ലഭിച്ചത്. 3 മണിക്കൂർ കഴിഞ്ഞാണ് പകരം ബസ് എത്തിയത്. അതുവരെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർ റോഡിൽ കാത്തുനിൽക്കേണ്ട സാഹചര്യമുണ്ടായി. റിസർവേഷൻ സമയത്ത് ഡിപ്പോയിൽ നിന്ന് നൽകിയ നമ്പറിലേക്കായിരുന്നു സഹായത്തിനായി യാത്രക്കാർ വിളിച്ചത്. എന്നാൽ ഫോൺ എടുക്കാത്ത അവസ്ഥയായിരുന്നു എന്ന് യാത്രക്കാർ പറഞ്ഞു. 24 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് ബസ് വരുന്നതിന് അരമണിക്കൂർ മുമ്പ് ടിപ്പോയിൽ നിന്ന് നമുക്ക് വന്നേക്കുന്ന ഇതിനകത്തുള്ള നമ്പറാണ്. അതിനകത്ത് നമ്മളോട് വിളിച്ചിട്ട് ഇതാ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ ബസ് വരുന്ന വഴിക്ക് നിന്നിട്ട് ഇതിന് ഹെഡ്ലൈറ്റ് ഇല്ലാഞ്ഞിട്ട് അവിടുന്ന് ഫീസ് എല്ലാം മാറ്റി കുത്തി വന്ന ബസ്സാണ്. വളരെ നല്ല ഡ്രൈവറാട്ടോ അയാള്. ഡ്രൈവർ നല്ല ജീവൻ കിട്ടിയത് അവർ 2 പേരും. അപകടം നടന്ന അരമണിക്കൂറിന് ശേഷം ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ഒരു പ്രതികരണവും ലഭിച്ചില്ല. പിന്നീട് കോഴിക്കോട് ഡിപ്പോയിൽ നിന്ന് തൃശൂർ ഡിപ്പോ നമ്പർ ലഭിക്കുകയും ഇവിടെ ബന്ധപ്പെട്ടപ്പോഴാണ് ഗുരുവായൂർ ഡിപ്പോയിൽ നിന്ന് ബസ് അയച്ചത്. 3 മണിക്കൂറിന് ശേഷം ഗുരുവായൂർ ഡിപ്പോയിൽ നിന്നും കെഎസ്ആർടിസി എത്തി പരുക്കേൽക്കാത്ത യാത്രക്കാരുമായി കുമളിയിലേക്ക് യാത്ര തിരിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. പന്നിത്തടത്തുണ്ടായ വാഹനാപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി ഫോട്ടോഗ്രാഫർ സന്യ. അപകടസമയം സെന്ററിലുള്ള തന്റെ സ്റ്റുഡിയോയിൽ ഫോട്ടോ ആൽബം തയ്യാറാക്കുകയായിരുന്നു സന്യ. വലിയ ശബ്ദവും നിലവിളിയും കേട്ടാണ് ഓടിയെത്തിയത്. ഉടൻ തന്നെ നാട്ടുകാരെ വിളിച്ചുകൂട്ടുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. നമ്മൾ സ്റ്റുഡിയോയിലായിരുന്നു. അപ്പോൾ ഇവിടെ ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ ഓടി വന്ന് നോക്കണത്. അപ്പോൾ KSRTC മീൻ വണ്ടിയാണ് തമ്മിൽ ഇടിച്ചിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ യാത്രക്കാർ പറഞ്ഞു മീൻ വണ്ടിയിലെ ഡ്രൈവർ ചില്ല് അണ്ടി തെറിച്ച് വീണു എന്ന് പറഞ്ഞു. പുറത്തേക്ക് KSRTC ഡ്രൈവർ പുറത്തേക്ക് വീണ് കിടക്കുന്നുണ്ടായിരുന്നു. ചെന്ന് നോക്കിയപ്പോൾ പന്നിത്തടം സെന്ററിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സിഗ്നൽ ലൈറ്റുകളും സ്പീഡ് ബ്രേക്കറുകളും ദിശാ ബോർഡുകളും സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് BJP എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. പന്നിത്തടം സെന്ററിൽ നടന്ന സമരം നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കുടിയടത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി VM സുരേന്ദ്രൻ അധ്യക്ഷനായി. വിഷ്ണു അമ്പാടി, രാജേഷ് കുട്ടഞ്ചേരി, E ചന്ദ്രൻ, അഭിലാഷ് കടങ്ങോട്, MV ധനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ദേശീയപാത മുരിങ്ങൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കുഴിയിലേക്ക് മറിഞ്ഞു. 2 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ 20 അടിയോളം താഴ്ചയുള്ള വലിയ കുഴിയിലേക്കാണ് നാനോ കാർ വീണത്. തിരുവനന്തപുരത്ത് നിന്നും പുതിയ കാർ വാങ്ങി തൃശൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ ഹാരിസിന്റെ 80 വയസ്സുള്ള പിതാവ് വത്സൻ, ഡ്രൈവർ മനു എന്നിവരാണ് പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത്. മുന്നിൽ പോയിരുന്ന വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ മനു കാർ വെട്ടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം തെറ്റുകയായിരുന്നു. ഒരു തവണ തലകീഴായി മറിഞ്ഞ ശേഷമാണ് വെള്ളക്കെട്ടിലേക്ക് പതിച്ചത്. അകത്തു കുടുങ്ങിയ ഇവർ എമർജൻസി ഡോർ തുറന്നാണ് കാറിൽ നിന്നും പുറത്തു കടന്നത്. വിവരമറിഞ്ഞെത്തിയ കൊരട്ടി പോലീസ് ഇരുവരെയും മുകളിലേക്ക് കയറ്റി. TCV ന്യൂസ്, ചാലക്കുടി. അപകടക്കെണികൾ നിറഞ്ഞ ദേശീയപാത. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂരിലും ചിറങ്ങരയിലും ഒരുപോലെ ഭീഷണിയാണ് ചതിക്കുഴികൾ. വേണ്ടത്ര സുരക്ഷയില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ പ്രകടമായ ഉദാഹരണമാണ് മുരിങ്ങൂരിലെ അപകടം. റോഡിനു കുറുകെ അഴുക്കുചാൽ നിർമ്മിക്കുന്നതിനാണ് 20 അടിയോളം ആഴത്തിൽ വലിയ കാനയുണ്ടാക്കിയത്. ദിനംപ്രതി 30,000-ഓളം വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ സുരക്ഷയ്ക്കാകട്ടെ ആകെ കെട്ടിയിരിക്കുന്നത് ഒരു തുണ്ട് പ്ലാസ്റ്റിക് കയറും. മുരിങ്ങൂർ ജംഗ്ഷൻ മുതൽ കൊരട്ടി റൂട്ടിൽ നിർമ്മാണത്തിലിരിക്കുന്ന മറ്റിടങ്ങളിലും നീളത്തിലുള്ള കാനകളുണ്ട്. ഇവിടെയെല്ലാം വെള്ളം കെട്ടിക്കിടക്കുകയും ചെയ്യുന്നു. സർവീസ് റോഡരികിൽ പുതുതായി നിർമ്മിച്ച കാനകളിലും സുരക്ഷയില്ലാത്ത അവസ്ഥയാണ്. ഇതിനകം പലയിടത്തും സ്ലാബുകൾ തകർന്ന് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. ദേശീയപാതയിലൂടെയുള്ള വാഹനയാത്ര ഇന്ന് ജീവൻ പണയപ്പെടുത്തിയുള്ളതായി മാറുകയാണ്. TCV ന്യൂസ്, ചാലക്കുടി. 3 പീടിക ദേശീയപാതയിൽ തൊമ്മാനപ്പാടത്തിന് സമീപം ബൈക്ക് കുഴിയിൽ വീണ് യുവാവിന് ഗുരുതര പരിക്കേറ്റു. ഇരിങ്ങാലക്കുട സ്വദേശി തൃശൂർക്കാരൻ വീട്ടിൽ നൌഫലിനാണ് പരിക്കേറ്റത്. BSNL കേബിളിനായി കുഴിച്ച കുഴിയിൽ വീണാണ് യുവാവിന് പരിക്കേറ്റത്. ചാലക്കുടി മാർക്കറ്റിൽ ജോലി കഴിഞ്ഞ് മടങ്ങിവരുമ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. താടിയലിന് ഗുരുതരമായി പരിക്കേറ്റ നൌഫലിനെ ശസ്ത്രക്രിയയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചാവക്കാട് ദേശീയപാതയിലെ തിരുവത്ര അത്താണിയിൽ സ്വകാര്യ ബസ് സർവീസ് റോഡിന്റെ കാനയുടെ വശത്തെ കുഴിയിലേക്ക് ചെരിഞ്ഞു. പൊന്നാനിയിൽ നിന്ന് ചാവക്കാട്ടേക്ക് വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു വാഹനത്തിനെ മറികടക്കുന്നതിനിടയിൽ കാനയുടെ വശത്തേക്ക് ചെരിയുകയായിരുന്നു. ബസ്സിൽ നിരവധി യാത്രക്കാർ ഉണ്ടായിരുന്നു. ആർക്കും പരിക്കില്ല. കാണിപ്പയ്യൂരിൽ ഗൃഹനാഥനെ ആക്രമിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നഗരസഭയിൽ അടിയന്തര യോഗം ചേർന്നു. തെരുവ് നായ്ക്കളിൽ അടിയന്തര വാക്സിനേഷൻ ആരംഭിക്കും. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ അധ്യക്ഷതയിലാണ് അടിയന്തര യോഗം ചേർന്നത്. പേവിഷബാധയേറ്റ തെരുവുനായ മറ്റു നായകളെ ആക്രമിച്ച സാഹചര്യത്തിൽ തെരുവുനായകളിൽ അടിയന്തര വാക്സിനേഷൻ നടപടി ആരംഭിക്കാൻ വെറ്ററിനറി ഡോക്ടർ റീനുവിന് നിർദ്ദേശം നൽകി. കുന്നംകുളം നഗരസഭാ മുൻ കൗൺസിലർ ഇന്ദിരയുടെ ഭർത്താവ് ശശികുമാറിനെയാണ് തെരുവുനായ ആക്രമിച്ചത്. തുടർന്ന് തെരുവുനായയെ ചത്ത നിലയിലാണ് കണ്ടത്. തൃശൂരിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ നായയ്ക്ക് പേവിഷബാധയുള്ളതായി സ്ഥിരീകരിച്ചതായി കുന്നംകുളം നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സോമശേഖരൻ അറിയിച്ചു. ഇതേ തുടർന്നാണ് നഗരസഭയിൽ അടിയന്തര യോഗം ചേർന്നത്. സംഭവത്തിൽ പരിക്കേറ്റ ശശികുമാർ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ആക്രമകാരിയായ തെരുവുനായ മേഖലയിലെ മറ്റു തെരുവുനായകളെ ആക്രമിച്ചതായും മറ്റു ജനങ്ങളെ ആക്രമിക്കാൻ ശ്രമം നടത്തിയതായും നാട്ടുകാർ പറഞ്ഞു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, കുന്നംകുളം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് AV മണികണ്ഠൻ, നഗരസഭാ സെക്രട്ടറി KB വിശ്വനാഥൻ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. TCV കുന്നംകുളം. ചാവക്കാട് BJP നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കവർച്ചാ കേസിൽ ആരോപണ വിധേയനായ CPM നേതാവിനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് സബ് ജയിലിന് മുന്നിൽ ബാരിക്കേഡ് തീർത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ വിപിൻ കുടിയടത്ത് ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ ദയാനന്ദൻ മാമ്പുള്ളി, വർഷ മണികണ്ഠൻ, ഗണേഷ് ശിവജി, പ്രതീഷ് ഹൈനിപ്പുള്ളി, വിനീത് കുറുപ്പേരി, വിനോദ് പുന്ന, സുവിൻ വേലായുധൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
പാവർട്ടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വേണ്ടത്ര ഡോക്ടർമാരില്ലെന്ന് പരാതി. മഴക്കാലത്ത് പകർച്ചവ്യാധികൾ പെരുകുമ്പോൾ വേണ്ടത്ര ഡോക്ടർമാരില്ലാത്തത് തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക് ദുരിതമായി മാറി. ദിവസേന 100-ലധികം രോഗികളെത്തുന്ന പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഡോക്ടർ മാത്രമാണുള്ളത്. ഒരു മാസത്തിലേറെയായി മെഡിക്കൽ ഓഫീസർ അവധിയിലാണ്. അവശരായി എത്തുന്ന രോഗികൾ മണിക്കൂറുകളോളം ഡോക്ടറെ കാണാൻ കാത്തുനിൽക്കേണ്ട അവസ്ഥയാണെന്ന് പൊതുപ്രവർത്തകനായ AK ഷിഹാബ് പറഞ്ഞു. 1.5 മണിക്കൂർ 2 മണിക്കൂറോളം രോഗികളുടെ വലയുന്നു. അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഇപ്പോൾ ആരോഗ്യ കേന്ദ്രം തന്നെ കുടുംബാരോഗ്യ ഉയർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് 4 കൊല്ലത്തോളമായി. ഈ 4 കൊല്ലം കടലാസിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു മൂവിങ് ഇതുവരെ ഉണ്ടായിട്ടില്ല. എത്രയും പെട്ടെന്ന് തീരദേശത്തെ ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടിട്ട് അതിലിടപെട്ട് പരിഹാരം ഉണ്ടാക്കണം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ 2 ഡോക്ടർമാരെ നിയമിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാൾ അവധിയിൽ പോയാൽ മുല്ലശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നോ സമീപ പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നോ ഡോക്ടർ എത്താറുണ്ട്. എന്നാൽ ഇത്തവണ പകരം ഡോക്ടർ എത്തിയിട്ടില്ലെന്ന് പരിസരവാസികൾ പറഞ്ഞു. 4 വർഷം മുൻപ് പാവർട്ടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തി പ്രഖ്യാപനം നടത്തിയെങ്കിലും എല്ലാം കടലാസിലൊതുങ്ങി നിൽക്കുകയാണ്. TCV ന്യൂസ്, പാവറട്ടി. എരുമപ്പെട്ടി ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ടിനെ കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. വയോധികരും അവശത അനുഭവിക്കുന്നവരുമായ രോഗികൾക്ക് ബുദ്ധിമുട്ടില്ലാതെ OPയിലെത്താൻ വേണ്ട സൗകര്യം ഏർപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. 3 ആഴ്ച മുമ്പ് ഈ ആവശ്യമുന്നയിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൂപ്രണ്ടിന് നിവേദനം നൽകിയിരുന്നു. പിന്നീട് പല പ്രാവശ്യം രോഗികളുടെ ദുരിതമുന്നയിച്ച് സൂപ്രണ്ടിനെ കണ്ടിരുന്നെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ല. തുടർന്നാണ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, നേതാക്കളായ NK കബീർ, K ഗോവിന്ദൻകുട്ടി, AU മനാഫ്, ബാലകൃഷ്ണൻ ആനറ്റംപറമ്പിൽ എന്നിവർ സൂപ്രണ്ടിന്റെ ഓഫീസിലെത്തി ഉപരോധിച്ചത്. അടുത്ത ദിവസം പ്രത്യേക സൗകര്യം ഏർപ്പെടുത്താമെന്ന് സൂപ്രണ്ട് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. 2 ആഴ്ചയ്ക്കകം നേരിട്ട് OPയിലേക്ക് വാഹനത്തിൽ എത്തുന്നതിന് വേണ്ട സൗകര്യം നൽകാമെന്നും സൂപ്രണ്ട് ഉറപ്പു നൽകി. ആശുപത്രി വികസന സമിതി യോഗം കൂടിയിട്ട് 8 മാസമായി. ഇതുമൂലം ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ അവതാളത്തിലായിരിക്കുകയാണ്. രോഗികളെ പരിശോധിക്കുന്നതിന് ആവശ്യമായ ഡോക്ടർമാർ OPയിലില്ല. ഹൗസ് സർജന്മാരുടെ സേവനം നിർത്തലാക്കിയിട്ട് മാസങ്ങളായി. രോഗികൾക്ക് ആവശ്യമായ മരുന്ന് ലഭിക്കുന്നില്ലെന്നും ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. സംസ്ഥാനത്തെ ക്ഷീര കർഷക മേഖല പ്രതിസന്ധിയിൽ. ഈ മേഖലയിലുണ്ടായിരുന്ന പലരും ഉരുക്കളെ വിൽപ്പന നടത്തി രംഗം വിട്ടു. പുതിയ തലമുറ ക്ഷീരമേഖലയെ കൈയൊഴിയുകയാണ്. കാലിത്തീറ്റയുടെ വിലക്കയറ്റവും പാലിന് വില വർദ്ധിപ്പിക്കാത്തതും കർഷകർക്ക് തിരിച്ചടിയായി മാറി. കാലാവസ്ഥാ വ്യതിയാനം മൂലം പാൽ ഉൽപാദനത്തിലും കുറവ് വന്നു. പശുക്കൾക്കുള്ള ഇൻഷുറൻസ് സ്കീമിലെ അശാസ്ത്രീയത മൂലം കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നമ്മുടെ പാലിൻ്റെ ആവശ്യം നടക്കും, പിന്നെ കൃഷിക്ക് ആവശ്യത്തിനുള്ള ചാണകം കിട്ടും, നിത്യച്ചെലവ് നടന്നു പോകുന്നല്ലാതെ വലിയ പുരോഗമനങ്ങളൊന്നും ഇതൊന്നും ഉണ്ടാകുന്നില്ല. ഈ പാലിൻ്റെ ഉൽപാദനക്കുറവ് കാരണം സബ് പൂട്ടേണ്ട അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പശുക്കൾക്ക് കൊടുക്കുന്ന വൈക്കോൽ ഒരു ബണ്ടിലിന് 200 രൂപയായി. പച്ചപ്പുല്ല് 1 കിലോ 4 രൂപ വില കൊടുത്താണ് പല കർഷകരും വാങ്ങുന്നത്. 850 രൂപ ഉണ്ടായിരുന്ന കാലിത്തീറ്റ 1500 രൂപയായി. ഉൽപാദന ചെലവ് വർദ്ധിച്ചിട്ടും ആനുപാതികമായി പാലിന് വില കൂട്ടാത്തതും തിരിച്ചടിയായി കർഷകർ ചൂണ്ടിക്കാണിക്കുന്നു. സർക്കാർ അടിയന്തരമായി ഈ മേഖലയിൽ ഇടപെട്ട് സബ്സിഡി അടക്കമുള്ള ആനുകൂല്യങ്ങൾ നൽകിയാൽ മാത്രമേ ക്ഷീരമേഖലയ്ക്ക് നിലനിൽപ്പുള്ളൂവെന്നും കർഷകർ പറയുന്നു. TCV ന്യൂസ്, തിരുവല്ലോമല. ഇടവേള. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. അളഗപ്പ നഗർ യൂണിയൻ സ്റ്റോപ്പിന് സമീപം കെട്ടിടം തകർന്നു വീണു. കടമുറികൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് ഭാഗികമായി തകർന്നത്. രഞ്ജിത്ത് ഫാസ്റ്റ് ഫുഡ്, ചിയേഴ്സ് ചിക്കൻ സെന്റർ എന്നീ കടകളുടെ ചുമരുകൾ ഇടിഞ്ഞു വീണു. രഞ്ജിത്ത് ഫാസ്റ്റ് ഫുഡ് കടയ്ക്ക് വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. ചുമർ വീണതോടെ ചിക്കൻ സെന്ററിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച കോഴികൾ ചത്തു. ബുധനാഴ്ച രാത്രിയിലും വ്യാഴാഴ്ച പുലർച്ചെയുമാണ് കെട്ടിടം തകർന്നത്. രാത്രിയായതിനാൽ സ്ഥാപനങ്ങളിൽ ആളില്ലാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കി. കെട്ടിടം തകർന്നതോടെ കച്ചവടം മുടങ്ങിയ അവസ്ഥയാണെന്ന് രഞ്ജിത്ത് ഫാസ്റ്റ് ഫുഡ് കടയുടമ അന്തിക്കാടൻ റപ്പായി പറഞ്ഞു.
എന്തോരം പറഞ്ഞാലും ഓട്ട വീണ് വെള്ളം വീഴുന്നു പറഞ്ഞാൽ അത് ചെയ്യണം അവന് പറയണോ അത് ഒരിക്കലും അവരെ റിപ്പയർ ചെയ്യാൻ ചെയ്യില്ല. ഞങ്ങൾ പറഞ്ഞ് തോറ്റുണ്ട്. ഒരു രാത്രി വന്നപ്പോ ഓട്ട വീണ് വെള്ളം വീണ് തവറ് പൊടിയായിട്ട് വന്നപ്പോ ഇടിഞ്ഞു വന്നു. രാത്രി നമ്മള് മൂന്നരക്ക് നല്ല മഴയായിരുന്നു. ആ മഴത്താണ് തള്ളി വീഴുന്നത്. തിപ്പലശ്ശേരിയിൽ വീടിന്റെ ചുമർ തകർന്നു വീണു. ഉറങ്ങിക്കിടന്ന യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തിപ്പലശ്ശേരി ആരോഗ്യ കേന്ദ്രത്തിന് സമീപം താമസിക്കുന്ന കരിമ്പനയ്ക്കൽ രഞ്ജിത്തിന്റെ വീടിന്റെ ഒരു വശത്തെ ചുമരാണ് മഴയിൽ തകർന്നത്. പുറത്തെ മുറിയിൽ ഉറങ്ങിക്കിടന്നിരുന്ന സുഹൃത്ത് അജിത്ത് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. രഞ്ജിത്തും ഭാര്യയും കുട്ടികളും അകത്തുള്ള മുറിയിലാണ് ഉറങ്ങിയിരുന്നത്. വലിയ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് അജിത്ത് കിടന്നിരുന്ന മുറിയുടെ ചുമർ തകർന്നു വീണത് കണ്ടത്. നിർധന കുടുംബമായ രഞ്ജിത്തും സുഹൃത്തും നിർമ്മാണ തൊഴിലാളികളാണ്. വിവരമറിഞ്ഞ വാർഡ് മെമ്പറും വില്ലേജ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. അപകടാവസ്ഥയിലുള്ള വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകി. കനത്ത മഴയിൽ ചെങ്ങാലൂർ രണ്ടാം കല്ലിൽ തൊഴുത്ത് തകർന്ന് പശു ചത്തു. ഒരു പശുവിന് പരിക്കേറ്റു. മഞ്ഞളി ജോസിന്റെ തൊഴുത്താണ് ഇടിഞ്ഞു വീണത്. കോൺക്രീറ്റ് മേൽക്കൂര തകർന്ന് പശുക്കളുടെ ദേഹത്ത് പതിക്കുകയായിരുന്നു. കറവിനായി ജോസ് എത്തിയപ്പോഴാണ് തൊഴുത്ത് തകർന്നു കിടക്കുന്നത് കണ്ടത്. തുടർന്ന് നാട്ടുകാരും പുതുക്കാട് ഫയർഫോഴ്സും 2 മണിക്കൂറോളം പരിശ്രമിച്ചാണ് പശുക്കളെ പുറത്തെടുത്തത്. കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ടിൽ മുങ്ങിയ കിഴൂർ കാക്കത്തുരുത്ത് പ്രദേശം AC മൊയ്തീൻ MLA സന്ദർശിച്ചു. റോഡ് ഉയർത്തിപ്പണിത് വെള്ളക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കുന്നതിനുള്ള നടപടി അടുത്ത കാലവർഷത്തിന് മുൻപായി സ്വീകരിക്കുമെന്ന് MLA അറിയിച്ചു. 30ഓളം കുടുംബങ്ങളാണ് കിഴൂർ കാക്കത്തുരുത്തിൽ താമസിക്കുന്നത്. ഈ വർഷം മഴ ശക്തമായതോടെ തുരുത്ത് വെള്ളത്തിൽ മുങ്ങിയിരുന്നു. ഇവിടേക്കുള്ള ഏക റോഡ് വെള്ളം നിറഞ്ഞ് യാത്ര പൂർണ്ണമായും നിലച്ചു. പ്രദേശത്തെ 30ഓളം കുടുംബങ്ങളിൽ പലരും വെള്ളപ്പൊക്ക ഭീഷണി കാരണം ബന്ധുവീടുകളിലേക്ക് താമസം മാറി. മറ്റത്തൂർ പഞ്ചായത്തിന്റെ ഭരണസിര കേന്ദ്രമായ 3 മുറിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ല. യാത്രക്കാർ ദുരിതത്തിൽ. ജില്ലയിൽ ജനസംഖ്യയിലും വിസ്തൃതിയിലും മുന്നിലുള്ള പഞ്ചായത്തായ മറ്റത്തൂരിന്റെ ഭരണസിരാ കേന്ദ്രമായ 3 മുറിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ദിവസേന 100 കണക്കിന് ആളുകൾ വന്നുപോകുന്ന ഇവിടെ മഴയും വെയിലുമേറ്റാണ് യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത്. മറ്റത്തൂർ പഞ്ചായത്ത് ഓഫീസ്, മറ്റത്തൂർ വില്ലേജ്, കൃഷിഭവൻ, അതുപോലെ വ്യാപാര സ്ഥാപനങ്ങൾ, 2 സ്കൂളുകളുണ്ട്, 2 അമ്പലം. ഇത്രയും തിരക്കേറിയ ഒരു ഏരിയയാണ് 3 സെന്റർ. അവിടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം വേണമെന്ന് പലവട്ടമായിട്ട് പലരും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. മഴ വന്നാൽ മഴ നനഞ്ഞ് തന്നെ നിൽക്കണം, വെയിലാണെങ്കിൽ വെയിൽ തന്നെ നിൽക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ 300 സെന്ററിലുള്ളത്. ഈ സെന്ററിൽ നിന്നും കൊടകര ഭാഗത്തേക്കും വെള്ളിക്കുളങ്ങര ഭാഗത്തേക്കും 2 ബസ് കാത്തിരിപ്പ് കേന്ദ്രം അത്യാവശ്യമാണ്. പക്ഷേ അധികാരികൾ അതിന് വേണ്ട സ്ഥലം കണ്ടെത്തി അതൊന്ന് നടപ്പിലാക്കി തരണമെന്നാണ് ഇവിടെയുള്ള നാട്ടുകാരുടെ ആവശ്യം. 30ലേറെ ബസ്സുകൾ സർവീസ് നടത്തുന്ന കൊടകര വെള്ളിക്കുളങ്ങര റൂട്ടിലാണ് 3 മുറിയുള്ളത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, കൃഷിഭവൻ എന്നീ സ്ഥാപനങ്ങൾക്ക് പുറമെ ദേശസാൽകൃത ബാങ്ക്, ശ്രീകൃഷ്ണ ഹൈസ്കൂൾ, സെന്റ് ജോസഫ് UP സ്കൂൾ, ദേവാലയം, ക്ഷേത്രങ്ങൾ എന്നിവയും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ലാത്തതിനാൽ ഇവിടെ വന്നുപോകുന്നവരും വിദ്യാർത്ഥികളും വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിലാണ് ബസ് കാത്തു നിൽക്കുന്നത്. ആവശ്യമായ സ്ഥലം കണ്ടെത്തി ജനപങ്കാളിത്തത്തോടെ ഇരിപ്പിടങ്ങളോടുകൂടിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിച്ചാൽ യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരം കാണാനാകും. പഞ്ചായത്ത് അധികൃതർ ഇതിനാവശ്യമായ നടപടി കൈക്കൊള്ളണമെന്നാണ് ആവശ്യം. TCV ന്യൂസ്, കൊടകര. വടക്കാഞ്ചേരിയിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട വടിവാൾ വിനീത് പിടിയിൽ. ആലുവ ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നാണ് വിനീത് പോലീസ് പിടിയിലായത്. കഴിഞ്ഞ മാർച്ച് 25-ന് വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നതിനിടയിൽ ട്രെയിനിൽ നിന്നാണ് വിനീതും കൂട്ടുപ്രതി രാഹുൽ രാജും ചാടി രക്ഷപ്പെട്ടത്. വിനീതിനൊപ്പം രക്ഷപ്പെട്ട രാഹുലിനെ അന്ന് തന്നെ പോലീസ് പിടികൂടിയിരുന്നു. വടക്കാഞ്ചേരിയിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച് ആലപ്പുഴയിൽ എത്തിച്ച കേസിലെ പ്രതികളായിരുന്നു വിനീതും രാഹുലും. എന്നാൽ വിനീതിനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. തുടർന്ന് അമ്പലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് അന്വേഷണം വിപുലപ്പെടുത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് ആലുവയിൽ നിന്നും ഇയാൾ പിടിയിലായത്. തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് ആലപ്പുഴയിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഇയാൾക്കെതിരെ മോഷണമടക്കം നിരവധി കേസുകളാണ് വിവിധ സ്റ്റേഷനുകളിലായുള്ളത്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ് വഴി 1,34,50,000 രൂപ തട്ടിയെടുത്ത കേസിൽ ഏജന്റായി പ്രവർത്തിച്ച പ്രതിയെ ഇരിങ്ങാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശി അമ്പലത്ത് വീട്ടിൽ അലിയെയാണ് അറസ്റ്റ് ചെയ്തത്. ഷെയർ ട്രേഡിംഗിൽ ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച് കാറളം കെഴുത്താണി സ്വദേശിയിൽ നിന്ന് 1,34,50,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസിലാണ് അറസ്റ്റ്.
പറപ്പുക്കര നെടുമ്പാൾ പാടത്തെ വെള്ളക്കെട്ടിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. നെടുമ്പാൾ സ്വദേശി ഞാറ്റുവെട്ടി വീട്ടിൽ പരേതനായ ചന്ദ്രന്റെ ഭാര്യ 69 വയസ്സുള്ള ഓമനയാണ് മരിച്ചത്. വ്യാഴാഴ്ച വൈകിട്ടാണ് നെടുമ്പാൾ തെക്കുമുറി പാടത്തെ വെള്ളക്കെട്ടിൽ ഓമനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കാർ യാത്രക്കാരനെ ആക്രമിച്ച കേസിൽ നിരവധി കേസുകളിലെ പ്രതിയായ യുവാവിനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. മുരിയാട് സ്വദേശിയും ആളൂർ സ്റ്റേഷൻ റൌഡിയുമായ ഉള്ളാട്ടിക്കുളം വീട്ടിൽ മിൽജോയാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാത്രി കോണത്തുകുന്ന് വെച്ച് പുത്തൻചിറ സ്വദേശി കൊട്ടിക്കൽ വീട്ടിൽ മുഹമ്മദ് സിദ്ദിഖിന്റെ ബന്ധുവിന്റെ കാറിൽ മിൽജോയുടെ കാർ തട്ടിയത് ചോദ്യം ചെയ്തതിലുള്ള വിരോധത്തിൽ സിദ്ദിഖിനെയും കൂട്ടുകാരെയും ഭീഷണിപ്പെടുത്തി കൈക്കൊണ്ടിടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ ദുക്രാന ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി. തിരുനാൾ ദിവ്യബലിക്ക് ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ അജിത് കൊള്ളനൂർ, ഫാദർ മാനുവൽ എന്നിവർ സഹകാർമ്മികരായി. ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ, അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിൻ പാണേങ്ങാടൻ എന്നിവർ ചേർന്ന് നേർച്ചയൂട്ട് ആശീർവാദം നിർവഹിച്ചു. 12, 13 തീയതികളിൽ നടക്കുന്ന തർപ്പണ തിരുനാളിന്റെ കൊടിയേറ്റം ബിഷപ്പ് നിർവഹിച്ചു. പാലയൂർ ഫൊറോന യൂത്ത് CLC സംഘടന അവതരിപ്പിച്ച മെഗാ മാർഗം കളി അരങ്ങേറി. തീർത്ഥകേന്ദ്രം ട്രസ്റ്റിമാരായ ഫ്രാൻസിസ് ചിരിയങ്കണ്ടത്ത്, സേവ്യർ വാഗയിൽ, PA ഹൈസൺ, ചാക്കോ പുലിക്കോട്ടിൽ, തീർത്ഥകേന്ദ്രം PRO ജെഫിൻ ജോണി, ജനറൽ കൺവീനർ TJ ഷാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. കനകമല മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ നടന്ന ദുക്രാന ഊട്ടുതിരുനാൾ ഭക്തിസാന്ദ്രമായി. ഫാദർ ജെയിംസ് ആലപ്പാട്ട് ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹവികാരി ഫാദർ ആശിഷ് കീരഞ്ചിറ ഊട്ടുവെഞ്ചിരിപ്പ് നിർവഹിച്ചു. ഫാദർ ജോബി ഇല്ലിമുട്ടിൽ, ജനറൽ കൺവീനർ ഷോജൻ D വിനയത്തിൽ, ഷാജു വെളിയൻ, കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ജോസ് കറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി, ജോയ് കളത്തിങ്കൽ തുടങ്ങിയവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ SHOയുടെ കൃത്യനിർവഹണത്തിലെ വീഴ്ചയും ജനങ്ങളോടുള്ള മോശമായ സമീപനങ്ങളും ചൂണ്ടിക്കാണിച്ച് CC മുകുന്ദൻ MLA മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. SHOക്കെതിരെ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാർ നേരിട്ട് പരാതി പറഞ്ഞിട്ടുണ്ടെന്നും നിയമവിരുദ്ധമായ പല കാര്യങ്ങൾക്കും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരെ പ്രേരിപ്പിക്കുന്നതായും MLA പരാതിയിൽ ചൂണ്ടിക്കാട്ടി. SHO C രമേശിനെ അടിയന്തരമായി ചേർപ്പ് സ്റ്റേഷനിൽ നിന്നും മാറ്റണമെന്നും അന്വേഷണം നടത്തി വകുപ്പുതല നടപടി സ്വീകരിക്കണമെന്നും MLA മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടു. ഒല്ലൂർ മേരിമാതാ പള്ളിയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ സീറോ മലബാർ സഭാദിനം ആഘോഷിച്ചു. വികാരി ഫാദർ ജോയ് ചിറ്റ്ലപ്പള്ളി പതാക ഉയർത്തി. ഫൊറോന പ്രസിഡന്റ് അലോഷ്യസ് കുറ്റിക്കാട്ട് സമുദായ ശാക്തീകരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പുതിയ അംഗങ്ങളെ ചേർത്തുകൊണ്ട് 1 മാസം നീണ്ടുനിൽക്കുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആരംഭിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജിയോ ആലപ്പാട്ട്, യൂണിറ്റ് പ്രസിഡന്റ് പോൾ വാഴക്കാല, സെക്രട്ടറി വിൽസൺ കാക്കശ്ശേരി, ട്രഷറർ ജോസഫ് ചെറുശ്ശേരി, പോളി കുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ വിദ്യാഭ്യാസ അവാർഡ് വിതരണം ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് വലപ്പാട് ഹെഡ് ഓഫീസിൽ നടക്കും. ഉന്നത വിജയം നേടിയ വിദ്യാലയങ്ങളെയും ആദരിക്കും. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ്, ഭരണസമിതി അംഗം MD സുരേഷ്, സെക്രട്ടറി റോബിൻ T ജോൺ, അസിസ്റ്റന്റ് സെക്രട്ടറി KR ധർമ്മജ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
ബ്ലാങ്ങാട് GFUP സ്കൂളിൽ കുസാറ്റും SSKയും കൈകോർത്ത് സ്റ്റാർട്സ് പദ്ധതിയുടെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കുന്ന ക്രിയേറ്റീവ് കോർണർ ചാവക്കാട് നഗരസഭാധ്യക്ഷ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. പഠനത്തോടൊപ്പം വിവിധ തൊഴിൽ നൈപുണ്യത്തിനുള്ള പരിശീലന കളരിയാണ് അപ്പർ പ്രൈമറി വിദ്യാർത്ഥികൾക്കായുള്ള ഈ പ്രവർത്തന പദ്ധതി. വാർഡ് കൌൺസിലർ രഞ്ജിത്ത് KP മുഖ്യ സന്ദേശം നൽകി. കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള വിവിധ സ്കൂൾ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ചാവക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VB സിന്ധു നിർവഹിച്ചു. BRC കോർഡിനേറ്റർ BG ചാക്കോ, വികസന സമിതി കൺവീനർ പ്രസാദ്, PTA വൈസ് പ്രസിഡന്റ് PS കർണൻ, ഹെഡ്മിസ്ട്രസ് CD വിജി, സ്റ്റാഫ് പ്രതിനിധി OJ ജാൻസി തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ കിഴക്കേ കോടാലി വാർഡിലുള്ള പടിഞ്ഞാറെ ലക്ഷം വീട് നഗറിലെ പകൽ വീടിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈത്താരത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS നിജിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഡെപ്യൂട്ടി റേഞ്ചറായി വിരമിച്ച ചാലക്കുടി കൂടപ്പുഴ സ്വദേശി CS ഷെയ്ഖ് സാഹിലിന്റെ പെൻഷനും വിരമിക്കൽ ആനുകൂല്യങ്ങളും യഥാസമയം ലഭിക്കുന്നതിന് റേഞ്ച് ഓഫീസർ തടസ്സം നിന്നുവെന്ന് പരാതി. മനുഷ്യാവകാശ കമ്മീഷൻ IG അന്വേഷിക്കും. പരാതിയെക്കുറിച്ച് വിശദവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ അംഗം V ഗീത ഉത്തരവിട്ടു. മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും 2019 വിരമിച്ച ഷെയ്ഖ് സാഹിലിന് ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കാൻ അന്നത്തെ റേഞ്ച് ഓഫീസർ തടസ്സം നിന്നുവെന്നാണ് പരാതി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആശുപത്രി വികസന സമിതി യോഗം വിളിക്കണമെന്ന് ആശുപത്രി വികസന സമിതി അംഗം രാജേന്ദ്രൻ അരങ്ങത്ത് ആവശ്യപ്പെട്ടു. 3 മാസം കൂടുമ്പോൾ ചേരേണ്ട ആശുപത്രി വികസന സമിതി യോഗം 6 മാസമായിട്ടും വിളിച്ചിട്ടില്ല. പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ ലഭിക്കാതെ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്ന സ്ഥിതിയാണ്. അടിയന്തരമായി ആശുപത്രി വികസന സമിതി യോഗം വിളിച്ചു ചേർക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയതായി രാജേന്ദ്രൻ അരങ്ങത്ത് അറിയിച്ചു. ജാതിക്കയും സ്കൂട്ടറും മോഷ്ടിച്ച കേസിലെ പ്രതിയെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വേളൂക്കര വെളയനാട് തറയിൽ റിജുവാണ് അറസ്റ്റിലായത്. കുഴിക്കാട്ടുശ്ശേരി സ്വദേശി ജെയ്സൺ എന്നയാളുടെ വീടിന്റെ മുകളിലെ തട്ടിൽ ഉണക്കാനിട്ടിരുന്ന 25,000 രൂപ വില വരുന്ന ജാതിക്കയും കുഴിക്കാട്ടുശ്ശേരി സ്വദേശി കണ്ണംകാട്ടിൽ വീട്ടിൽ അജയ് കൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂട്ടർ മോഷ്ടിക്കുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ്. മാള അമ്പഴക്കാട് സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ ദുക്രാന തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ കാർമ്മികത്വം വഹിച്ചു. ഊട്ടുനേർച്ചയിൽ 10,000-ഓളം പേർ പങ്കെടുത്തു. പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കാളികളായി. ആനന്ദം അനുഭവിക്കാൻ കഴിയും. ആനന്ദത കെട്ടി നിർത്താതിരുന്നത്, പാലിപ്പിച്ചത്, മലയിടുക്കിലൂടെ ഇരിപ്പിച്ചത് ഈ ഉള്ളിൽ ആനന്ദമാണ്. ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ ജൂലൈ 8 നടത്തുന്ന സെക്രട്ടേറിയറ്റ് സമരത്തിന് മുന്നോടിയായി ജില്ലയിൽ സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥ സമാപിച്ചു. ചാലക്കുടിയിൽ നടന്ന സമാപന സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റനും ജില്ലാ പ്രസിഡന്റുമായ PM ഷമീർ അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA മുഖ്യാതിഥിയായി. സംസ്ഥാന രക്ഷാധികാരി ബാദുഷ കടലുണ്ടി, സംസ്ഥാന ജനറൽ സെക്രട്ടറി റോബിൻ K. പോൾ, ജില്ലാ ജനറൽ സെക്രട്ടറി ബാലൻ കല്യാണി, സംസ്ഥാന ട്രഷറർ ശ്രീവത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. MSF തൃശൂർ ജില്ലാ സമ്മേളനം 4, 5 തീയതികളിൽ ചാവക്കാട് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് കൊടുങ്ങല്ലൂർ അഴീക്കോട് പുത്തൻ പള്ളിയിൽ നിന്നും സീതി സാഹിബിന്റെ കബറിടത്തിൽ നിന്ന് പതാക ജാഥ സമ്മേളന നഗരിയിലേക്ക് പുറപ്പെടും. വൈകിട്ട് 5:30-ന് ചാവക്കാട് കൂട്ടുങ്ങൽ ചത്തുരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കം കുറിക്കും. ശനിയാഴ്ച വൈകിട്ട് മണത്തലയിൽ നടക്കുന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം വർക്കിംഗ് ചെയർമാൻ RV അബ്ദുൾ റഹീം, ജനറൽ കൺവീനർ ആരിഫ് പാലയൂർ, ഭാരവാഹികളായ TK ഷെഫീഖ്, CA സൽമാൻ, മുഹമ്മദ് നാസിഫ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വരാക്കര ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനാഘോഷവും പ്രസാദഊട്ടും നടന്നു. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി ഡോക്ടർ വിജയൻ കാരുമാത്ര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പഞ്ചാരി മേളത്തോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. പ്രസാദഊട്ടിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രയോഗം ഭാരവാഹികളായ KV സുരേഷ്, BK സുനിൽ ബാബു, MG തിലകൻ എന്നിവർ നേതൃത്വം നൽകി.
വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ വീണ്ടും അപകടം. KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ട ബസ്സിലെ യാത്രക്കാരോട് KSRTCയുടെ അവഗണന. പകരം ബസ്സിന് യാത്രക്കാർ കാത്തുനിന്നത് മണിക്കൂറുകൾ. മുരിങ്ങൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കുഴിയിലേക്ക് മറിഞ്ഞു. 2 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചാവക്കാട് തിരുവത്രയിൽ സ്വകാര്യ ബസ് കുഴിയിലേക്ക് ചെരിഞ്ഞു. ആർക്കും പരിക്കില്ല. കാണിപ്പയ്യൂരിൽ ഗൃഹനാഥനെ ആക്രമിച്ച തെരുവുനായ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. തെരുവുനായ്ക്കളിൽ അടിയന്തര വാക്സിനേഷൻ ആരംഭിക്കാൻ കുന്നംകുളം നഗരസഭാ യോഗത്തിൽ തീരുമാനം. ചാവക്കാട് BJP നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കവർച്ചാ കേസിൽ ആരോപണ വിധേയനായ CPM നേതാവിനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച്. പാവർട്ടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വേണ്ടത്ര ഡോക്ടർമാരില്ലെന്ന് പരാതി. പകർച്ചവ്യാധികൾ പെരുകുന്നതിനിടെ ഡോക്ടർമാരില്ലാത്തത് തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക് ദുരിതമായി. എരുമപ്പെട്ടി ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ടിനെ കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. സംസ്ഥാനത്തെ ക്ഷീരകർഷക മേഖല പ്രതിസന്ധിയിൽ. മേഖലയിലെ ഭൂരിഭാഗം കർഷകരും ഉരുക്കളെ വിൽപ്പന നടത്തി രംഗം വിട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.